അപ്പോൾ ഇവിടെ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാൻവീനെ എനിക്ക് നമ്മുടെ നീലേശ്വരം EM സ്റ്റേഡിയത്തിലെ കായിക വകുപ്പിൻ്റെ പൂളിൽ കിട്ടുന്ന 6.5 വയസ്സുള്ള സമയത്താണ് കിട്ടിയത്. ആദ്യം നമ്മൾ ബേസിക് ഒരു 12 മീറ്റർ നന്നായിട്ട് നീന്താൻ പഠിപ്പിച്ചെങ്കിലും പിന്നീട് അവരെ ആ ഫ്ലോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാൻവിൻ്റെ അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളവിടെ പൂളിൽ ചേർത്തിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നമ്മൾ അവിടെ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 3000 മീറ്ററെങ്കിലും നമ്മൾ വർക്കൗട്ട് എല്ലാ ദിവസവും അവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും സാൻവിക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു മാസം അവർ ബാംഗ്ലൂർ പോയി നിന്ന സമയത്ത് ഒരു മാസം ഗ്യാപ്പ് വന്നു. രണ്ടാമത് തിരിച്ചു വന്നിട്ട് അപ്പോൾ 3000 മീറ്ററൊക്കെ നീന്തുന്ന കുട്ടിയല്ലേ വെച്ചാൽ ഞാൻ വെള്ളത്തിലില്ല, ഞാൻ കരമനാണ്, സുഹിത്തേട്ടൻ അതേപോലെ കരമന. അപ്പോൾ നമ്മൾ വർക്കൗട്ട് കൊടുത്തു. ഒരു 400 മീറ്ററാണ് എപ്പോഴും സ്റ്റാർട്ടിങ് വർക്കൗട്ട്, വാം പോലെ 400 മീറ്ററാണ്. പക്ഷെ 400 മീറ്ററൊക്കെ വർക്കൗട്ട് കൊടുത്തിട്ട് അവളൊരു 15 മീറ്റർ പോയപ്പോൾ തന്നെ കുട്ടി ആകെ പേടിച്ചു. എല്ലാ ദിവസവും 3000 4000 ഒക്കെ ചെയ്യുന്ന കുട്ടി ഒരു 15 മീറ്റർ പോയപ്പോൾ തന്നെ ആകെ പേടിച്ച് കരയുന്ന പോലെ വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടാൾ പോയിട്ട് അവൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഫ്ലോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിച്ച സമയത്ത് 25 മീറ്റർ ഫിനിഷ് ചെയ്തു. അപ്പോൾ അവർക്ക് കുറച്ച് ഗ്യാപ്പ് വരുമ്പോൾ മനസ്സിനകത്തൊരു പേടി എന്നുവെച്ചാൽ ഒരു ഭയം പോലെ ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് സാറിൻ്റെ അടുത്തേക്ക് ഒരു ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് നമ്മൾ ചാൾസ് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ കുട്ടീനെ സജസ്റ്റ് ചെയ്ത് ഇത് പ്രകാരം ഈ എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് അവർ ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഇവിടെ നടന്ന എല്ലാ പരിപാടിക്കകത്തും കൃത്യമായി പങ്കെടുക്കുകയും ഇതിൻ്റെ എന്താണോ ഈ ഫ്ലോട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല വിശദമായി തന്നെ സാർ അവരെ പരിചയപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കുകയും അത് പ്രകാരം ഇപ്പം കായലിൽ ഒരു വ്യത്യസ്തമായ ജലാശയത്തിലൊരു 2 കിലോമീറ്റർ ആയാസരഹിതമായിട്ട് 7 വയസ്സിലെ സാൻവിക്ക് നന്നായിട്ട് നീന്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവൾ ആ പേടിയൊക്കെ ഇപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി വരുന്ന പരിപാടിക്കകത്തും നമ്മൾ കൃത്യമായിട്ടില്ല ഇതുപോലുള്ള നമ്മളെ സ്റ്റേഡിയത്തിനകത്തുള്ള കുട്ടികളൊക്കെ തന്നെ ഈ പരിപാടിക്കകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതായത് ഈ മുങ്ങി മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന രീതിയിലുള്ള ഈ ഒരു പഠനത്തെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും അപകടമില്ലാത്ത രീതിയിലുള്ള ഒരു പഠനത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഇത് ശ്രമം നടത്തുന്ന ചാൾസ് സാറിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മിസ്സായത് നമുക്ക് ഒരു സ്വയരക്ഷ മാത്രമല്ല മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കുന്നുള്ള ഒരു ട്രെയിനിങ് കൂടി ഒരാഴ്ച ഉണ്ടായിരുന്നു, ഒരു ദിവസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഘട്ടത്തിൽ. സാനു സാറായിരുന്നു CPR ചെയ്യാനും ഒരാളെ മുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരാനും അവിടുന്ന് എങ്ങനെ CPR കൊടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് നൽകി ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നവരെ എങ്ങനെ ഒരാളെ പരിചരിക്കാന്നുള്ള ഒരു ട്രെയിനിങ് കൂടിയും കിട്ടിയായിരുന്നു. അത് വലിയൊരു കാര്യം. ഇന്നത്തെ ഡേറ്റ് 14/9/2025 അത് ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ പറയുന്നതിനകത്തൊക്കെ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയാണ്. ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മകൾക്കുണ്ടായൊരു പ്രയാസം ഡെയിലി ഇത്രയും വലിയ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായൊരു പ്രയാസം എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ പൂളിലൊക്കെ നീന്തുമ്പം ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുക, സ്വിച്ചിട്ടതുപോലെയുള്ള ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മാത്രമല്ല നമ്മുടെ മനസ്സും എന്ത് പറയും, കഴിവ് നേടിയാലും തൊട്ടപ്പുറം കരയുണ്ടല്ലോ, അത് പിടിക്കാന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നത് വ്യത്യസ്തമായിട്ട് ഇത് ഒരാളുടെ അവസ്ഥയല്ല കേട്ടോ, മിക്കവാറും നീന്തുന്ന ഞാനിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കേരളത്തിലെമ്പാടും പല സ്ഥലങ്ങളിലും പൂളുകളിൽ പോകുന്ന 10-25 വർഷമായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് പല ഹോട്ടലുകളിലും നീന്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പൂളുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതെല്ലാം അനുഭവം അവർക്ക് ഓപ്പൺ വാട്ടറെന്നോ അല്ലെങ്കിൽ കുറച്ച് ദൂരം നീന്തണമെന്നോ പറയുമ്പോഴേ തന്നെ അവർ അയ്യോ അതൊന്നും വേണ്ടപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല എന്നുള്ളൊരു ടൈപ്പിലേക്കാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ എത്തും അവർ? ഇതിപ്പോൾ ഞാൻ സാൻവി അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാതിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നൊരു ചെറിയൊരു പ്രയാസേ എന്നെ വിടരുത് എന്നുള്ള ടൈപ്പിലുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജസ്റ്റ് പോകുന്നതാണ്, പിന്നെ ചിരിക്കല് വർത്താനം പറയല് കോമലായി. ഞാനിത് പറയുമ്പോഴും അങ്ങനെ പോകുമ്പം നമ്മൾ അവരുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് ആ കഴിവിനനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനും കൂടി ഉള്ള പ്രാപ്തിയുള്ളവരല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ പറയുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം അങ്ങനെ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ വീക്ഷിക്കാനുള്ളൊരു കഴിവ് ഈ പോകുന്നവരെ കൂടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവർ ടെൻഷൻ്റെ മേലെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ ടെൻഷൻ എനിക്കെന്തോ പറ്റിപ്പോയി. ഇപ്പം അത് പറയുമ്പോൾ നമ്മുടെ കൂടെ എടുത്തിട്ട ഒരാളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, അവരൊന്നും കൂടി പാനിക്കാകുകയും ബുദ്ധിമുട്ടിലാകുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ഇതിനകത്ത് കുറേ വശങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഇത് ചെയ്യിക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിലുള്ളവന് ആരും ഇതിന് സപ്പോർട്ടല്ല. എന്തിനാ ചെറിയ കുട്ടിയല്ലേ, എന്തിനാ പുഴയിലും ഇതിനെ ഒന്നും പറ്റിപ്പോയ എന്ത് പറ്റും, ഇതാണ് ആൾക്കാർ പറയുന്നത്. ഞാനിതിനെ നിസ്സാരവൽക്കരിച്ച് രസമായിട്ട് പറയുന്നെങ്കിലും പറയുക എന്ന് പറയുന്നത് ആ കഴിവ് നിങ്ങൾക്ക് ആക്കി തന്നു, എന്നിട്ട് നിങ്ങളിലുള്ള കഴിവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നാൽ ആവശ്യമായ സേഫ്റ്റി
അതോടൊപ്പം ഇത് പറയുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ 11 പേര് നീന്തിയതിനകത്ത് എനിക്ക് തോന്നുന്നു 9 പേരും ലൈഫ് ഗാർഡ് ക്വാളിറ്റി ആക്കി മാറിയവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പേരെ നോക്കേണ്ടി വരുന്നുള്ളൂ അല്ലേ? മോളും ഇദ്ദേഹത്തെ നമുക്ക് നോക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ലൈഫ് ഗാർഡ് ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നവരാണ്. സംഗതി മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് എന്നാ പിന്നെ വേഗം അങ്ങ് പുഴയിൽ നീന്തിച്ചു കളയാം എന്ന് കരുതിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അത് അപകടത്തിൽ ഇത് വഴിതിരിക്കും. നമുക്കും കൂടി എന്താ പറയുന്നത് വിഷമം മോശമായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട ഷാജുവിനും. ഓക്കെ, താങ്ക് യു.